തിരഞ്ഞെടുപ്പിൽ ജയിക്കാനായി ഒരുപാട് തന്ത്രങ്ങൾ CPM മെനഞ്ഞു. പക്ഷേ എവിടെയൊക്കെയോ ചെറിയ പാളിച്ചകൾ സംഭവിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത്തവണത്തെ CPMന്റെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ വിധി നിർണയം വന്നതിന് ശേഷം നമുക്കതൊക്കെ മനസ്സിലായ കാര്യമാണ്. ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് പമ്പയിൽ നടത്തിയൊരു അയ്യപ്പ സംഗമം, അതിൽ സുകുമാരൻ നായർ, വെള്ളാപ്പള്ളി നടേശൻ അടക്കം മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയാണ് നടേശൻ എത്തിയത്. അപ്പോൾ ഞങ്ങൾ ഇനി CPMനോടൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ വീരവാദങ്ങളൊക്കെ SNDPയുടെ ഭാഗത്തുനിന്ന് NSSന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. സുകുമാരൻ നായരുടെ നിലപാടിനെതിരെ നിരവധി NSS ആളുകൾ അല്ലെങ്കിൽ നായർ സംഘടനയുടെ ആളുകളൊക്കെ രംഗത്തെത്തുകയൊക്കെ ചെയ്തു. സുകുമാരൻ നായരെ ഞങ്ങൾ അംഗീകരിക്കില്ല, പറയുന്നത് അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ ഈ വിധി വന്നതിന് ശേഷം സുകുമാരൻ നായർ ഒളിവിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ അയ്യപ്പ സംഗമത്തിൽ ഈഴവ നായർ വോട്ടുകളെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം കൃത്യമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF സർക്കാർ നടപ്പാക്കിയിരുന്നു. അതിന് വെള്ളാപ്പള്ളി നടേശനെ കാണുന്നു, വെള്ളാപ്പള്ളി നടേശനെ കൂടെ നിർത്തുന്നു, ഈ പറയുന്ന NSSന്റെ നേതാവായിട്ടുള്ള സുകുമാരൻ നായരെ കാണുന്നു, കൂടെ നിർത്തുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതെല്ലാം തന്നെ ഏതാണ്ട് പൊളിഞ്ഞു പോയെന്ന് പറയാം. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ തുടർച്ചയായിട്ടുള്ള ആക്രമണം നടത്തുന്നത് അതേ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. ഇദ്ദേഹം ഞങ്ങളുടെ സമുദായത്തെ ശരിക്കും വഞ്ചിച്ചു. അതായത് ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് ഈ സ്വർണ്ണപ്പാളി കവർച്ചയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് CPM ആണെന്നും ഇവരെല്ലാം ഹിന്ദുനാമധാരികളാണെന്നും അവർ നിരീശ്വരവാദികളാണെന്നുമുള്ള ഒരു ചിന്ത ഈ ഭൂരിപക്ഷ സമുദായത്തിലേക്ക് പടർന്നു കയറി. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും വെള്ളാപ്പള്ളി നടേശനെ ഒരു പടിക്കപ്പുറത്തേക്ക് മാറ്റി നിർത്താൻ ഈ സമുദായത്തിലെ അംഗങ്ങൾ തീരുമാനിച്ചത്. മാത്രമല്ല ഇപ്പോൾ അവർ പറയുന്നത് ഈ വെള്ളാപ്പള്ളി നടേശന്റെ സംഘടനയുടെ ഇടപെടൽ കൊണ്ട് CPMലെ നേതാക്കൾ പരാജയപ്പെട്ടുപോയി, അങ്ങനെയുള്ളൊരു നീക്കം നടത്തി. കാരണം ഈ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയാണ് വെള്ളാപ്പള്ളി നടേശൻ അവിടെ സമ്മേളന സ്ഥലത്തേക്ക് ചെല്ലുന്നത്. ഇനി ഇപ്പുറത്തേക്ക് നോക്കിയാലോ, NSSന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്ന വ്യക്തി, പ്രത്യേകിച്ച് സുകുമാരൻ നായർ, ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്നു എതിർ പാർട്ടിക്കാർ ജയിക്കും. അത് കാലങ്ങളായിട്ടുള്ള കീഴ്വഴക്കം പോലെയാണ്. ഇവിടെയും NSSന്റെ നിലപാട് ഏതാണ്ട് CPMന് അനുകൂലമായിട്ട് വരുന്നു. അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ഈ പറയുന്ന പിണറായി വിജയൻ എല്ലാ പിന്തുണയും നൽകുന്നു. അതിന് പിന്നിൽ ചില കഥകളൊക്കെ പറയുന്നുണ്ട്. സുകുമാരൻ നായരുടെ മകനും മകളുമായിട്ടും മകളും മരുമകനുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട ചില അഴിമതി ആരോപണങ്ങളുണ്ട്. അതിലൊക്കെ അന്വേഷണം നടത്തേണ്ടത്, നടപടിയെടുക്കേണ്ടത് പിണറായിയുടെ പോലീസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും CPM പറയുന്നത് അനുസരിച്ച് നീങ്ങാൻ മാത്രമേ NSS എന്ന് പറയുന്ന സമുദായത്തിന് നിവർത്തി ഉണ്ടായിരുന്നുള്ളൂ. അത്തരം ഒരു നിവർത്തികേടിന്റെ ഫലമായിട്ട് അവരും പിന്തുണച്ചു. ഒടുവിൽ റിസൾട്ട് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താൻ ശ്രമിച്ചതുപോലെ ഭൂരിപക്ഷത്തെ കൂടെ നിർത്താൻ ശ്രമിച്ച CPMന്റെ തന്ത്രവും പാളി. ഈ വോട്ടുകൾ കൃത്യമായിട്ട് യാതൊരു പണിയും എടുക്കാത്ത കോൺഗ്രസിന്റെ പെട്ടിയിലേക്ക് എന്ന് വീണു. കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇപ്പോൾ അന്വേഷണ കമ്മീഷനെ വെക്കണമെന്നുള്ള ചിന്തയിലാണ്. കാരണം എങ്ങനെയാണ് ഇത്രയും വോട്ട് കിട്ടിയത് അവർക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇനി തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം എടുത്താലോ, അത് BJP കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നടപ്പാക്കി അജണ്ടയുടെ ഭാഗമായിട്ട് ആ കോർപ്പറേഷൻ പിടിച്ചെടുക്കുകയാണ്. 2 or 3 ഇലക്ഷനായിട്ട് അവർ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരു കോർപ്പറേഷനാണ്. അപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് അത് കൃത്യമായിട്ട് BJP തലസ്ഥാനത്ത് നടപ്പാക്കുകയും ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ ഈ സാമുദായിക സംഘടനകളുടെ പോലും പിന്തുണയില്ലാത്ത, ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയില്ലാത്ത ഒരു പാർട്ടിയായിട്ട് CPM തൽക്കാലം അതായത് ജീർണാവസ്ഥയിലേക്ക് എത്തി. പക്ഷേ CPM എന്ന് പറയുന്ന പാർട്ടിയെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും ഈ വീണ കുഴികളിൽ നിന്ന് പതിയെ ഉയർന്നെഴുന്നേക്കാനും അതുപോലെ തന്നെ വീഴ്ചകൾ പരിഹരിച്ച് മുന്നേറാനും കഴിയുന്ന പാർട്ടിയാണെന്ന് പലതവണ അവർ തെളിയിച്ചിട്ടുമുണ്ട്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വീഴ്ച CPMനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമാണ്. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഇത്തരം ഒരു വീഴ്ച CPMന് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് നടന്നു കയറി ഹിന്ദു വോട്ടുകളെ സമാഹരിക്കാൻ CPMന് സാധിക്കുക തന്നെ ചെയ്യും. അതല്ലേ അവരുടെ ആത്മവിശ്വാസം? CPMന് അതൊക്കെ സാധിക്കും. പക്ഷേ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഒരു പൊളിറ്റിക്സ് തന്നെ ഉണ്ട് സിനിമ. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, ഇതിനുശേഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് CPMന്റെ തോൽവിക്ക് പിറകിൽ ഭൂരിപക്ഷ പ്രീണനം. അയാളെന്തിനാ അത് പറഞ്ഞു? അയാൾ അത്ര ബലത്തോടു കൂടി അത് പറയാനുള്ള കാര്യം എന്താ? അയാൾക്ക് അത് ബലത്തോടു കൂടി പറയണമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ ഞാൻ നാളെ കാലത്തെ 2026 എനിക്ക് അധികാരത്തിൽ വരാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ ഒരു ഭൂരിപക്ഷ സമുദായത്തെ അദ്ദേഹം തള്ളിപ്പറയുന്നത്. അത് തന്നെ ഇപ്പോഴത്തെ വോട്ടിംഗ് പാറ്റേണും ഇത് തന്നെയാണ്. ഇപ്പോഴത്തെ വോട്ടിംഗ് പാറ്റേൺ നിങ്ങൾ പരിശോധിക്കണം. ഇപ്പം അതായത് ന്യൂനപക്ഷം ഏകീകരണം അല്ലെങ്കിൽ ന്യൂനപക്ഷം കൂടുതലുള്ള സ്ഥലത്ത് BJPക്ക് കായ്ക്കോടാൻ പറ്റിയിട്ടില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പം BJPയുടെ ഞാൻ ഒരു ഇതിനകത്ത് പറയും, ബാക്കിയുള്ള സ്ഥലങ്ങളിലാണ് BJPക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെ കിട്ടിയത്. പിന്നെ രണ്ടാമത് നമ്മൾ BJPക്ക് പറയുന്ന നേട്ടമൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടൊന്നുമില്ല. എല്ലായിടത്തും കഴിഞ്ഞ പ്രാവശ്യത്തെ കാട്ടി അവർ കൂടുതൽ മെച്ചപ്പെടുത്തി. അവർ പറഞ്ഞ വോട്ടിംഗ് ശതമാനത്തിലേക്ക് വന്നില്ല. അവർക്കൊരു കോർപ്പറേഷൻ പിടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പ്രത്യേകത എന്തുവെന്ന് ആരും പറയാൻ നമുക്ക് പറയാൻ പറ്റും. അവിടെ ഭൂരിപക്ഷ ഏകീകരണമുള്ള ഇല്ല.
അതെ അറിയാമല്ലോ. അവിടെ വേറെ ആർക്കും ഈ ചില കോക്കസുകൾ ഒഴിച്ച് ബാക്കിയുള്ളിടത്തൊക്കെ ഈ ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ ഈ കോർപ്പറേഷൻ കിട്ടിയത്. അതായത് വളരെ കൃത്യമായ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് സംസാരിച്ചത് വളരെ കൃത്യമാക്കി അവർ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരവസ്ഥ. അതായത് ഈ ഏകീകരണം നടന്നിട്ട് തന്നെ യു ഡി എഫ് സിനു പറഞ്ഞ കാര്യം വളരെ കറക്റ്റ്. UDF വട്ട് പിടിച്ച് ഓടുക. UDF ഇത് കിട്ടുമെന്നൊരു നിവൃത്തിയില്ല. എവിടെ നോക്കിയപ്പോഴും എണ്ണിയപ്പോൾ അവരുടെ കൂടെ ആരിറങ്ങിയിട്ട, ആര് ചെയ്തിട്ട, ആര് വോട്ട് പിടിച്ചിട്ട, മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇതിനകത്ത് നമ്മളീ പറഞ്ഞത് CPM ചെയ്തതെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി എത്ര പ്രീണിപ്പിച്ചാലും ഞങ്ങളുടെ കൂടെ ഇവിടുത്തെ മുസ്ലിം വോട്ടുകൾ വരത്തില്ല, ക്രിസ്ത്യൻ വോട്ടുകൾ തീരെയുമില്ല. നേരത്തെ ഇരുന്നോണ്ട് അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ളതൊക്കെ അസറ്റാണ്, അത് ഇനിയും കിട്ടും, നാളെയും കിട്ടും, എപ്പോഴും കിട്ടും. അപ്പം അവരെ ഇനിയും പ്രീണിപ്പിക്കേണ്ട. ഇവിടെ നിന്ന് അയ്യപ്പൻ്റെ കെയർ ഓഫിലും അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധർ എന്നുള്ള പ്രചരണവും നടത്തുന്നതിൻ്റെ കെയർ ഓഫിൽ വിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള വോട്ടുകൾ 26% ഉണ്ടായിരിക്കുന്ന ഈ SNDPയുടെ 15ഓളം അല്ലെങ്കിൽ 18% 15 ഉറപ്പാണ്. 15% വോട്ട് കിട്ടുന്നിടത്ത് അവരെയും പിണക്കി അല്ലെങ്കിൽ ഈ നായന്മാരെയും പിണക്കി അടിസ്ഥാന വോട്ടെന്ന് പറയുന്ന പട്ടികജാതിക്കാരന് ഹിന്ദുക്കളാണ് കൂടുതലുള്ളത്, അവരെയും പിണക്കി പോകണ്ട. അതുകൊണ്ട് അയ്യപ്പൻ്റെ കെയർ ഓഫിലാണ് ഇതെല്ലാം പറയുന്നത്. അപ്പോൾ അയ്യപ്പൻ്റെ അവിടെ അയ്യപ്പ സംഘം നടത്തിയേക്കാം. അപ്പോൾ ഈ സമുദായത്തിലുള്ളവരെ എല്ലാം വിളിച്ചു. ഈ പറയുന്ന ഇവരെ ആരെ അവർ വിളിച്ചില്ല, അവർ ഓറലി പോയി സംസാരിച്ചല്ലേ ഉള്ളൂ. ഇവരിത്രയും കാര്യം പറയാൻ എന്തോ വെള്ളാപ്പള്ളി നടേശൻ്റെ വണ്ടിക്കകത്ത് മുഖ്യമന്ത്രിയുടെ വള്ളിക്കകത്ത് വെള്ളാപ്പള്ളി നടേശൻ ശബരിമല താഴത്തു നിന്ന് ഒരു 50 മീറ്റർ അങ്ങോട്ട് പോകുമ്പോൾ 86 വയസ്സുള്ള മനുഷ്യനാണ്. അങ്ങോട്ട് ആ വണ്ടിയിൽ അങ്ങോട്ട് 2 വണ്ടിയും കൊടുക്കേണ്ട, ആ വണ്ടിയിൽ അങ്ങോട്ട് കയറി ചെന്നിറങ്ങിയാൽ എന്തോ സർവീസിന് കുഴപ്പം? വെള്ളാപ്പള്ളി അല്ല മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ സുകുമാരനാരി എന്ന് കയറിയാൽ എന്താ ഒന്ന് കുഴപ്പം? അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ മതമേല അധ്യക്ഷൻ അങ്ങോട്ട് എന്ന് കയറിയാൽ എന്താ? ഇത് മുഖ്യമന്ത്രിയല്ലേ? അല്ലെങ്കിൽ ഒരു തിരുമേനി എന്ന് കയറിയാൽ ഇത് വലിയ വാർത്തയാക്കുന്നതിന് പുറകിൽ ഒരു അജണ്ടയില്ലേ? അതിനകത്ത് വേറൊരു ഏകീകരണമില്ലേ? അതിവിടെ സംഭവിച്ചില്ലേ? വെള്ളാപ്പള്ളി തോപ്പിച്ച് എന്താ വെള്ളാപ്പള്ളി അത് ശരിയല്ല, ഇവിടെ UDF വന്നാൽ അല്ലെങ്കിൽ UDF പ്രീണിപ്പിക്കുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളെയാണ്, ബാക്കിയുള്ള സമുദായത്തിനകത്ത് പരിഗണിക്കുന്ന കുറവുകളുണ്ട്, അയാളൊരു സമുദായ നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക പ്രീണനമാവും. ഇവിടുത്തെ ഗാസയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഇവിടുത്തെ ഭീകരവാദികളിൽ നിന്ന് ലോകം മുദ്ര കുത്തുന്നതിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും അവനുവേണ്ടി യോഗം നടത്തുകയൊക്കെ ചെയ്യുന്ന മുസ്ലിം ലീഗിനും UDFനും അല്ലെങ്കിൽ അന്ന് ഈ LDFനും ഒന്നും അതിനെയൊന്നും ആർക്കും കുറ്റം പറയേണ്ടല്ലോ. ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ സുകുമാരൻ നായർ അയ്യപ്പ സംഗമം നടത്തിയത് ശരിയാണെന്ന് പറഞ്ഞപ്പോൾ വലിയ വാർത്ത. എന്ത് വലിയ വാർത്ത? അല്ലെങ്കിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ അങ്ങോട്ട് വണ്ടിയെ വന്നിറങ്ങിയതും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മലപ്പുറത്ത് മുസ്ലിം പ്രീണനമാണ്, അവരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത്, അവിടെ വരുന്ന ബാക്കിയുള്ളവർക്ക് ഒരു പരിഗണനയില്ലെന്ന് പറയുമ്പോൾ അതുമല്ലേ അത് ശരിയാണെന്ന് പറയുന്നവൻ വോട്ട് വരുന്നു, ഒരു പണിയും ചെയ്യണ്ട. അപ്പം ഇവിടെ ദുർവീകരണം കേരളത്തിൽ നടക്കുന്നുണ്ടോ? ഇത് മനസ്സിലാക്കിയാൽ, ഈ ഒരു പ്രചരണം വീണ്ടും ഇതാക്കിയാൽ അടുത്ത പ്രാവശ്യം LDF അധികാരത്തിൽ വരും. മനസ്സിലാവുന്നുണ്ട്? ഇതിനകത്ത് ആ ന്യൂനപക്ഷ ഏകീകരണം വളരെ കൃത്യമായിട്ട് എന്ത് പറഞ്ഞാലും കേരളത്തിൽ, ബാക്കി ഇന്ത്യയിലുടനീളം പോലും ഇത്രയും സംഭവിക്കുന്നില്ല, കേരളത്തിൽ സംഭവിക്കുന്നു. അതായത് മതം പറഞ്ഞാണ് KM ഷാജിയെ പോലെയുള്ള ആളുകൾ വോട്ട് പിടിച്ചത്. മതത്തിന്റെ പേരിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആ വോട്ട് കൃത്യമായിട്ട് ചെയ്തു. ഇപ്പൊ ഇവിടെ ഒന്ന് ആലോചിക്കും, മലപ്പുറത്ത് മതം പറഞ്ഞ് ലീഗിന്റെ നിലപാടുകൾ വ്യക്തമാക്കി അവർ അവിടുത്തെ സീറ്റുകൾ മുഴുവൻ പിടിച്ചു. ഇതേപോലെ തന്നെ BJP തിരുവനന്തപുരത്ത് വോട്ട് പിടിച്ചപ്പോൾ അത് അതേ പറഞ്ഞുള്ളൂ. ഇത് പറയാനാളില്ല. ഇതിപ്പം ഇന്ന് 2 ദിവസം കൊണ്ട് അന്ന് അയ്യപ്പ സംഗമത്തിന്റെ അടുത്ത കാര്യം ചർച്ചയാ. വെള്ളാപ്പള്ളി എന്തിനു മുഖ്യമന്ത്രി? വെള്ളാപ്പള്ളിക്ക് എന്തിനു മുഖ്യമന്ത്രി വണ്ടി? സിനുവിനും കയറാം, എനിക്കും കയറാം, നിങ്ങൾക്കും കയറാം. അത് തിരുമേനി കയറിക്കോട്ടെ, മുഖ്യമന്ത്രി അല്ല. ഇതിനകത്ത് പ്രശ്നം ഇത്രയേ ഉള്ളൂ. അതായത് ഈഴവ വോട്ടുകൾ സ്വാഭാവികമായിട്ടും CPMന്റെ ഫിക്സഡ് ഡിപ്പോസിറ്റാ. ഈ ഫിക്സഡ് ഡിപ്പോസിറ്റിൽ ഇടിവുണ്ടായപ്പോഴാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് CPMനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇവർക്ക് അനിയമിതമായ ന്യൂനപക്ഷ പ്രകടനം, അല്ലെങ്കിൽ ഈ വോട്ടങ്ങ് പള്ളിയിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പതുക്കെ ഇവർ വോട്ട് മാറ്റി. ഈ വോട്ട് മാറ്റിയതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് ആലപ്പുഴ ജില്ലയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ഈഴവ വോട്ടുകളിൽ കൃത്യമായി സ്പ്ലിറ്റ് ഉണ്ടായി. അപ്പൊ വെള്ളാപ്പള്ളി നടേശന് കുറച്ച് അഭിമാനിക്കാവുന്ന രീതിയിലേക്ക് എത്തി. ഇവിടെ ഇപ്പൊ വീണ്ടും ഈ ഭൂരിപക്ഷ സമുദായത്തെ വഞ്ചിച്ചുകൊണ്ട് CPM നിലപാട് സ്വീകരിക്കുന്നു. എന്നിട്ട് അതേ CPMനൊപ്പം ഈ പറഞ്ഞ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാനായിട്ട് വെള്ളാപ്പള്ളി നടേശൻ പോകുന്നു. അത് ഒരു വിഭാഗം ജനങ്ങളെ അല്ലെങ്കിൽ ആ സമുദായത്തിൽപ്പെട്ട ആളുകളെ പ്രകോപിപ്പിച്ചു. അതാണ് ഇവിടുത്തെ പ്രശ്നം. NSSന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. സുകുമാരനായരുടെ പറയുന്ന ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണ്ട എന്ന് പറഞ്ഞ നിലപാടിനോട് കൂടെ തന്നെയാണ് NSS നിന്നത്. പക്ഷേ നേരത്തെ സ്ത്രീകളെ കയറ്റട്ടെ എന്ന് പറഞ്ഞ സർക്കാർ തെറ്റിതിരുത്തിയപ്പോൾ അവരോടൊപ്പം പോയി. ആ നിലപാടല്ല ഞങ്ങൾക്കെന്ന് കുറെ NSS സുകുമാരനായരുടെ നിലപാടിലല്ല ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ടാണ് പരസ്യമായി. BJP ആണല്ലോ പറഞ്ഞത്. BJPയുടെ കയ്യിൽ നിന്ന് സുകുമാരൻ നായർ, അതായത് ഈ അയ്യപ്പൻ, ഇതിനകത്ത് ഇതെല്ലാം രാഷ്ട്രീയം തന്നെയാണ്. ഇതിനകത്ത് അയ്യപ്പൻ എന്ന് പറയുന്ന വിഷയം BJPയുടെ കയ്യിൽ നിന്ന് ഹൈജാക്ക് ചെയ്യാൻ CPM ശ്രമിച്ചു. അത് BJP സൂചിച്ചില്ല. അതിന് കൂട്ടുനിന്നു ആരെ? BJPയുടെ അന്നും ഇന്നും
താല്പര്യം BJPയുടെ അന്നൊന്നും സുകുമാരൻ നായർക്കില്ല. ആകെ താല്പര്യം കോൺഗ്രസിനോടാണ്. കോൺഗ്രസിന്റെ കൂടെ വന്നിട്ട് കാര്യമില്ലെന്ന് വെച്ചിട്ട് പുള്ളി ആശുപത്രിയിലൊക്കെ പോയി കാണുകയും കാര്യം പറയുകയും അല്ലെങ്കിൽ എന്തുകൊണ്ടും ചോദിക്കുകയൊക്കെ പിണറായി വിജയൻ ചോദിച്ചു. എന്നാൽ പിന്നെ ഇതിന്റെ കൂടെ അങ്ങനെ നിന്നൂടെ? പുള്ളി അതുകൊണ്ട് നിലപാടൊക്കെ മാറ്റി. ഇപ്പം ഈ നിലപാട് മാറ്റിയത് അവരിപ്പം നോക്കിയപ്പോൾ എല്ലാ സമുദായം ആരാ പാർട്ടി ഇവരാരുടെയും കൂടെ പോകുന്നില്ലെങ്കിൽ അവരുടെ താല്പര്യത്തിനോട് അവരുടെ കൂടെ എല്ലാ സമുദായം വെള്ളാപ്പള്ളി നിൽക്കുന്നു, സുകുമാരൻ നായർ നിൽക്കുന്നു, പിന്നെ ബാക്കിയുള്ളവർ നിൽക്കും. അപ്പം ബാക്കി അതിനകത്ത് ഇവർ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ അപ്പുറത്ത് ഒരു പണിയും ചെയ്യാതെ മുസ്ലിമും ക്രിസ്ത്യാനിയും കൂടെ പഴയതുപോലെ ഏകീകരിച്ച് അവരെ ജയിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ അവർക്ക് പോലും അത്ഭുതമാണ്. അതായത് കൃത്യമായ ധ്രുവീകരണം അത് മതത്തിൻ്റെ പേരിൽ തന്നെ ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ കേരളത്തിലുണ്ട്. അതിനകത്ത് സിനു പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് സംഭവിക്കുന്ന ചർച്ചയും, പക്ഷേ മലപ്പുറത്ത് സംഭവിക്കുന്നതും കോട്ടയത്ത് സംഭവിക്കുന്നതും ആലപ്പുഴ സംഭവിക്കുന്നതും മറ്റു പലത്ത് സംഭവിക്കുന്നത് ചർച്ച ചെയ്യാൻ ആളില്ല. അത് ചർച്ച ചെയ്യാൻ നാളെ കാലത്തെ പത്രത്തിൻ്റെ വരി കുറയും.